എൻ്റെ പേര് മുസ്തഫ. എൻ്റെ കർട്ടൻ്റെ പരിപാടിയാണ്, കർട്ടൻ സോഫയുടെ പരിപാടിയാണ് എനിക്കുള്ളത്. അത് എൻ്റെ കടയുടെ പേര്, ഷോപ്പിൻ്റെ പേര് ബെസ്റ്റ് കർട്ടൻ ആൻഡ് സോഫ. ഈ മേഖലയിൽ എത്തിപ്പെടാണ്ടായ കാരണം ഗൾഫിൽ പോയിട്ട് ഈ പണിയിലാണ് ഞാൻ ഏർപ്പെട്ടിരുന്നത്. അപ്പോൾ പിന്നെ വേറൊരു ഫീൽഡിലേക്ക് തിരിയാനുള്ളൊരു മൈൻഡ് വന്നില്ല ഇവിടെ വന്നപ്പോഴും. പിന്നെ അതിലങ്ങനെ കണ്ടിന്യൂ ചെയ്തു. സൗദി അറേബ്യയിൽ ജിദ്ദയിലായിരുന്നു. സൗദി അറേബ്യയിൽ ജിദ്ദ പറഞ്ഞ സ്ഥലം 10 വർഷത്തിന് മേലെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വന്ന് ഇത് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ്. ഇവിടെ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 6 വർഷം കഴിഞ്ഞു, ഏകദേശം 6 വർഷം കഴിഞ്ഞു. വന്ന ഉടനെ തന്നെ ഈ ഫീൽഡിലേക്ക് മാറുകയാണ് ചെയ്തത്. നിർത്തി വന്നപ്പോൾ തന്നെ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സോഫ, കർട്ടൻ, പിന്നെ എല്ലാത്തരം കർട്ടൻ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇബ്ര ബ്ലൈൻസ് ഉണ്ട്, ബാംബു ബ്ലൈൻസ്, വെനീഷ്യൻ ബ്ലൈൻസ്, റോമൻ ബ്ലൈൻസ്, അങ്ങനെ നിരവധി കർട്ടൻ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. സ്ക്വയർ ഫീറ്റിന് റേറ്റ്. പിന്നെ സാധാ തുണിക്കർട്ടനാണെന്നുണ്ടെങ്കിൽ അടിക്കാണ് റേറ്റ്. അതായത് നമ്മൾ കാറ്റലോഗ് എടുത്ത് പോവും, തുണിയുടെ ആയാലും പിന്നെ കർട്ടൻ്റെ ആണെങ്കിലോ സോഫയുടെ ആണെങ്കിലോ അതിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കും. അവർക്ക് ഇഷ്ടപ്പെട്ട ഏത് മോഡലുണ്ടെങ്കിൽ അത് റൂമിനനുസരിച്ചിട്ട് ഫിറ്റാക്കി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കും. അതല്ല 5 സീറ്റ് സോഫയുടെ മേഖലയിൽ 5 സീറ്റ് പറഞ്ഞിട്ടുള്ള ഇതുണ്ട് കോമൺ ആയിട്ട്, അവർ 5 സീറ്റ് ആവുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കും. അത് നമ്മൾ ഇവിടുന്ന് കാറ്റലോഗ് കൊണ്ടുപോകും. അപ്പോൾ അതിനനുസരിച്ചിട്ട് മോഡൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യും. അതല്ല അവർക്ക് അവരുടേതായ മോഡൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഫോട്ടോ ഉണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഓൾ കേരള ആയിട്ടില്ല, തൃശ്ശൂർ പാലക്കാടാണ് മെയിൻ ഫോക്കസ് ആയിരുന്നത്. കോമ്പറ്റീഷൻ എന്തായാലും ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു സംഭവം പറഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു വീട്ടിൽ പോയി അളവെടുത്ത് എല്ലാം ഫിക്സ് ആയതിനു ശേഷം എനിക്ക് കസ്റ്റമർ വിളിച്ചു പറഞ്ഞു, നിങ്ങളിപ്പോൾ അത് ചെയ്യണ്ട, ഞങ്ങൾക്ക് നിങ്ങളെക്കാട്ടിലും കുറച്ച് തരാൻ ആളുണ്ട് പറഞ്ഞിട്ട് വിളിച്ചു. കോമ്പറ്റീഷൻ നല്ലോണമുണ്ട് ഈ മേഖലയിൽ. അത് കസ്റ്റമർ ആവശ്യപ്പെടുന്നതനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കും. ഇപ്പോൾ കസ്റ്റമർ പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കഴിഞ്ഞോളന്നില്ല. അപ്പോൾ നമ്മളതിനനുസരിച്ച് ടൈം ഇട്ടിട്ട് ചോദിക്കും. അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കും. അങ്ങനെ ഉണ്ട് തീർച്ചയായിട്ടും. അതെല്ലാ മോഡലും ഇപ്പോൾ കർട്ടൻ്റെ മേഖലയിൽ ഹൈലൈറ്റ് ഒരു മോഡലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പം അത് മാറി റോമൻ ബ്ലൈൻസ് വരുന്നുണ്ട്, അതേമാതിരി വേവ് കർട്ടൻ എന്ന് പറഞ്ഞിട്ടൊരു വേറെ മോഡൽ വരുന്നുണ്ട്. അങ്ങനെ പല ജാതി മോഡലുള്ള ഇപ്പോൾ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതിപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാൻ. അത് വാഷ് ചെയ്യാൻ പറ്റുന്ന കർട്ടനാണ് നമ്മൾ അധികം ചെയ്യാറ്. കാരണം പെട്ടെന്ന് ചളിയും കാര്യമൊക്കെ നമ്മൾ കുട്ടികളൊക്കെ ഉള്ള സ്ഥലത്ത് പെട്ടെന്ന് ചളിയും കാര്യമൊക്കെ ആകുമ്പോൾ അത് വാഷ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, നിർബന്ധമായിട്ടും വാഷ് ചെയ്യണ്ട. വാഷബിളായിട്ടുള്ള തുണികളാണ് നമ്മൾ അധികം ചെയ്യുന്നത്. എൻ്റെ വീട്ടിലിപ്പോൾ വൈഫ്, 2 കുട്ടികൾ, പിന്നെ എൻ്റെ അച്ഛൻ, 2 പേരുണ്ട്. 2 പേരാണ് ഉള്ളത്. മലയാളിയാണ്. അതെ, മലയാളികളുള്ളത്. നല്ലൊരു മേഖലയാണ്. അത് കണ്ടമാനം സ്കോപ്പുള്ളൊരു മേഖലയും കൂടിയാണ്. അപ്പോൾ പുതിയ ആൾക്കാർ വരുമ്പോൾ അതിൻ്റെ ഗുണം അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. തീർച്ചയായിട്ടും ഇന്ന ഭാഗത്ത് എന്ത് ചെയ്താൽ മതി എന്നുള്ളത് നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. നല്ല ഫീഡ്ബാക്കാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ ഇതൊരു ഗ്രാമമേഖലയാണല്ലോ. ഈ ഗ്രാമമേഖലയിൽ ഞാനൊരു ഷോപ്പ് തുറന്ന് നമുക്ക് ഇത്രയും പിടിച്ചു നിൽക്കാൻ ഉള്ളത് കസ്റ്റമറുടെ ഒരു ഫീഡ്ബാക്ക് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇതുവരെ പിടിച്ചു നിൽക്കുന്നത്. അതെ, നമ്മൾ ഇപ്പോൾ ആവശ്യമുള്ളത് കസ്റ്റമർ സെലക്ട് ചെയ്യുന്ന തുണി നമ്മൾ ഓരോ ഷോപ്പ് പോയിട്ട്, ഓരോ ഭാഗത്തായിരിക്കും ഓരോ ഷോപ്പ്, അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് നമ്മൾ സെലക്ട് ചെയ്യും. ഇപ്പോൾ അതായത് കണക്റ്റഡ് ആണ് കൂടുതലും കസ്റ്റമേഴ്സ്. കടയിൽ വരുന്ന കസ്റ്റമേഴ്സ് അപൂർവം, കൂടുതൽ കണക്റ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ നമ്മുടെ ഇത് മെയിൻ റോഡും അല്ലേ, അതിൻ്റെ ഒരു ഭാഗമായിട്ട് കസ്റ്റമേഴ്സ് കയറുന്ന കർട്ടൻ്റെ ഷോപ്പ് കണ്ട് കയറുന്ന കസ്റ്റമറും ഉണ്ട്. ഗൾഫിൽ പോയത് ഏകദേശം 2007 ആ കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നത്, കറക്റ്റ് ഓർമ്മയില്ല. ഗൾഫ് എക്സ്പീരിയൻസ് കുഴപ്പമില്ല, പക്ഷെ നാടിനോട് ഒക്കുമല്ലോ ഒന്നും. അതുകൊണ്ടാണ് തിരിച്ചു പോകുന്നത്.
ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കസ്റ്റമർ സാറ്റിസ്ഫൈ ആണ് മെയിനായിട്ടുള്ളൊരു കാര്യം. അവരുടെ അഭിരുചിക്കനുസരിച്ച് നമ്മളെന്ന് അത് ഒരു കംപ്ലൈൻ്റ് ഇല്ലാണ്ട് പണി എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. അതുണ്ട്. അതുകൊണ്ട് പുതിയ സോഫയുണ്ട്, പഴയ സോഫ. തുണി മാറ്റി തരാൻ പറയും. തുണി മാറ്റിയിട്ട് ഇപ്പം ചെയ്ത മോഡൽ വേണ്ട, വേറെ മോഡൽ വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ തുണിമ ഡിസൈൻ ഇട്ടിട്ടൊക്കെ ചെയ്യാറുണ്ട്. അതെ വുഡ് മാറ്റേണ്ട ഫ്രെയിം മാറ്റേണ്ട കാര്യമില്ല, അതിൽ മോഡൽ മാറ്റി കൊടുക്കുക തുണിമ. അങ്ങനെ ചെയ്യാറുണ്ട്. ഇഷ്ടംമാതിരി പണികൾ അങ്ങനെയും വരാറുണ്ട്. പിന്നെ നമ്മൾ കുഷ്യൻ അടിച്ചു തരാൻ പറയും. ഇതേമാതിരി കുഷ്യൻ അടിച്ചു തരാൻ പറയും. അപ്പോൾ കുഷ്യനായിട്ട് ചെയ്തിട്ടുള്ളതാണ് അത്. അതേമാതിരി ദിവാങ്കോട്ട് ചെയ്യാറുണ്ട്. ദിവാങ്കോട്ടിൻ്റെ ഫ്രെയിമാണ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ ഏത് മോഡലും നമ്മൾ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ പുറമെന്ന് വരുന്ന മോഡലിന് ചൈന സെറ്റുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതും ചെയ്ത് കൊടുക്കും. അങ്ങനെ ഏത് മോഡലും ഈ രംഗത്ത് ഇപ്പോൾ ഞാനൊരു 10 വർഷത്തിൻ്റെ മേലായി എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഏത് പണി നമുക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയി നിൽക്കുന്നതാണ് ഇത്, സീബ്ര അപ്ലയൻസ് എന്ന് പറയും. ഇതിൽ ജനങ്ങളിപ്പോൾ ഇതിലാണ് ഭാവി പരിപാടി എന്നുള്ളത്. ഇതിൽ തന്നെ ഒന്ന് കട ഒന്ന് ഉഷാറാക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്ലാനിങ്. ഇത് ശരിക്ക് പറയാം, വാർഡിനെക്കുറിച്ച് നിയർ മെയ്ഡ് എന്ന് പറയും. നിയർ മെയ്ഡ് സ്ഥാപനത്തിൻ്റെ പേര് ബെസ്റ്റ് കർട്ടൻ ആൻഡ് സോഫ.